കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ പീഡനമരണവുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്. മനസാക്ഷിയെ പിടിച്ചുകുലുക്കിയ സംഭവം തന്നെയാണ് അന്ന് ആ ഹോസ്പിറ്റലിൽ അരങ്ങേറിയത്. പല ഞെട്ടിക്കുന്ന ദുരൂഹതകളാണ് ആ കോളേജിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് സമാനമായ നിരവധി കൊലപാതകങ്ങളും മരണങ്ങളും പീഡനങ്ങളും അവിടെ നടന്നിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും ആരും പ്രതികരിക്കുകയോ അത് വെളിച്ചത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല. അത് പിന്നീട് സ്വാഭാവിക മരണം എന്ന നിലയിൽ തേഞ്ഞുമാഞ്ഞു പോകുകയാണ് ഉണ്ടായത്. ആ കോളേജിൽ പലതരത്തിലുള്ള പീഡനങ്ങളും അനീതികളും നടന്നു വന്നിരുന്നു. അതിനെതിരെ പ്രതികരിക്കാൻ പലരും ഭയപ്പെട്ടിരുന്നു. പ്രതികരിക്കുന്നവരുടെ അവസ്ഥ വളരെ ദയനീയപരമാണ്. അത്തരത്തിൽ പ്രതികരിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു ഇപ്പോൾ പീഡിപ്പിച്ചു കൊല ചെയ്യപ്പെട്ട യുവ ഡോക്ടറും പല അനീതികൾക്കെതിരെയും ശബ്ദമുയർത്തിയ പെൺകുട്ടി. അതിൻ്റെ പ്രത്യാഘാതമായിട്ടാണോ യുവ ഡോക്ടറുടെ മരണമെന്നും പരിശോധിക്കേണ്ടതുണ്ട്. 2001 ആർജിക്കർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ഒരു മരണം നടന്നിട്ടുണ്ട്. ഒരു കൂട്ട ബലാത്സംഗത്തിന് ഇരയായാണ് ആ പെൺകുട്ടിയും മരണപ്പെട്ടത്. സെക്സ് റാക്കറ്റിന് അതിൽ പങ്കുണ്ടെന്ന തരത്തിലായിരുന്നു വാർത്ത പുറം ലോകം അറിഞ്ഞത്. ആ കേസ് മന്ദീഭവിച്ച് ആരും ചർച്ച ചെയ്യാതെ അങ്ങനെ പോയി. 2003 ഹൗസ് സ്റ്റാഫിൻ്റെ മരണം അവിടെ സംഭവിച്ചു. ആത്മഹത്യ ചെയ്തു എന്ന തരത്തിലായിരുന്നു വാർത്ത പുറം ലോകം അറിഞ്ഞത്. അതും ആരും ചർച്ച ചെയ്യുകയോ അതിൻ്റെ പിന്നാലെ പോവുകയോ ചെയ്തില്ല. പിന്നീട് 2016 ഒക്ടോബർ 24 ആർജിക്കർ ഹോസ്പിറ്റലിൽ പ്രൊഫസർ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അതും വീട്ടിനുള്ളിൽ ലോക്ക് ചെയ്ത രീതിയിലായിരുന്നു. അതിനെക്കുറിച്ചും മറ്റ് സംസാരങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നീട് 2020 ജൂനിയർ ഡോക്ടർ 6ാമത്തെ നിലയിൽ നിന്നും ചാടി മരിച്ചു. അതിൻ്റെ കാരണങ്ങളൊന്നും പുറം ലോകം അറിഞ്ഞിട്ടില്ല. അതു കഴിഞ്ഞ് 3 വർഷത്തിന് ശേഷം 2 വിദ്യാർത്ഥികൾ മരണപ്പെട്ടു. ഒരാൾ ഡ്രഗ് ഓവർഡോസ് കാരണവും മറ്റേയാൾ ട്രെക്കിങ്ങിന് പോയപ്പോഴും. പിന്നീട് ഇപ്പോൾ സംഭവിച്ച യുവ ഡോക്ടറുടെ മരണം അതും ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന് കേട്ടിട്ടില്ലേ? എന്നും ഒരേപോലെ സംഭവിക്കണമെന്നില്ലല്ലോ. ഏതായാലും ദുരൂഹതയുടെ ഒരു കലവറ തന്നെയാണ് ആ ഹോസ്പിറ്റൽ. ദുരൂഹത നിറഞ്ഞ 7 മരണങ്ങളാണ് അവിടെ സംഭവിച്ചത്. കാര്യമായ അന്വേഷണങ്ങളൊന്നും നടക്കാതെ അതെല്ലാം തേഞ്ഞുമാഞ്ഞു പോയി എന്ന വസ്തുതയാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ സംഭവിച്ച യുവ ഡോക്ടറുടെ മരണവുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപകമായ പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും ദുരൂഹതകൾ നിറഞ്ഞ 6 ചോദ്യങ്ങളാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ആ ചോദ്യത്തിനെല്ലാം ഉത്തരം കിട്ടുന്നതുവരെ പ്രതിഷേധത്തിൻ്റെ അലയടികൾ ഉയർന്നുകൊണ്ടിരിക്കും. ഒന്നാമത്തെ കാര്യം, ഈ പെൺകുട്ടിയെ ഒന്നിലധികം പേർ ചേർന്നാണ് പീഡിപ്പിച്ചത്. അതിൽ ഇൻവോൾവ് ആയത് അധികാരികൾക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലുമാവും. അതാണ് ഇത്രയും ശക്തമായ പൊട്ടൻഷ്യൽ കവർ ഇവിടെ കാണുന്നത്. അത് ആരൊക്കെ തന്നെയാണെങ്കിലും ഏത് കൊമ്പനാണെങ്കിലും പുറത്തു കൊണ്ടുവരണം എന്ന കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, കൂട്ട ബലാത്സംഗത്തിന് ഇരയായെന്നറിഞ്ഞിട്ട് പോലീസ് എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത്? മുകളിൽ നിന്നാരോ അവരെ നിശബ്ദരാക്കുന്നുണ്ട്. ആ കറുത്ത കൈകൾ ആരുടേതാണ്? ഹോസ്പിറ്റലിലെ അധികൃതർക്ക് അറിയാം അവിടെ എന്താണ് സംഭവിച്ചതെന്ന്. എന്തോ ഒരു കാരണത്താൽ അവരത് മറച്ചു വെക്കുന്നു. അത് ആർക്കു വേണ്ടി? എന്തിനു വേണ്ടി? നാലാമത്തെ കാര്യം, ഈ കേസിൽ പ്രതിയായ സഞ്ജയ് റോയ് പൊളിറ്റിക്സ് പ്രവർത്തകനാണ്. സഞ്ജയ് റോയിയുടെ ഉന്നതല ബന്ധമാണോ പല കാര്യങ്ങളും മറക്കപ്പെടാൻ പ്രേരിതമായത്? പലതും തേച്ചുമാക്കാൻ ശ്രമിച്ചത് അതിൻ്റെ പേരിലാണോ? സഞ്ജയ് റോയ് പല കാര്യങ്ങളും പറയാൻ മടിക്കുന്നു. അത് ആർക്കു വേണ്ടിയാണ്? അഞ്ചാമത്തെ കാര്യം, ഈ പെൺകുട്ടി ആ കോളേജിൽ നടക്കുന്ന പല പ്രശ്നങ്ങൾക്കുമെതിരെ ശബ്ദമുയർത്തുന്ന പെൺകുട്ടിയാണ്. പുറത്തു പറയാൻ പറ്റാത്ത പല അനീതികളും അവിടെ നടക്കുന്നുണ്ടെന്ന് സാരം. അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണല്ലോ പ്രതികരിക്കേണ്ട കാര്യമുള്ളത്. ഹോസ്പിറ്റലിന് തലവേദനയാവുന്നു എന്ന് മനസ്സിലാക്കി പിഴുതെറിഞ്ഞ് കളഞ്ഞതാവുമോ? ആറാമത്തെ കാര്യം, നാട്ടിലെ സ്ത്രീകൾ സുരക്ഷിതരല്ല. അവൾ നടന്നു പോകുന്ന വഴികളിൽ, ഹോസ്പിറ്റലിൽ, വീടുകളിൽ, അമ്പലങ്ങളിൽ, പള്ളികളിൽ, പള്ളിക്കൂടങ്ങളിൽ, ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ എവിടെയും അവർ സുരക്ഷിതരല്ല. മറ്റൊരു ദുരൂഹതയാണ് ആ ഹോസ്പിറ്റലിൽ പ്രിൻസിപ്പളായ സന്ദീപ് ഘോഷി. മരിച്ച പെൺകുട്ടി തൻ്റെ മകളെ പോലെയാണെന്നും തനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ലെന്നും അതിനാൽ ഈ ഹോസ്പിറ്റലിൽ നിന്നും രാജിവെക്കുകയാണെന്നും സന്ദീപ് ഘോഷി അറിയിച്ചു. അറിയിപ്പ് മാത്രമായിരുന്നില്ല, രാജിവെച്ച് 4 മണിക്കൂറിന് ശേഷം മറ്റൊരു ഹോസ്പിറ്റലിൽ പ്രിൻസിപ്പളായി ജോയിൻ ചെയ്യുകയും ചെയ്തു. അയാൾ എന്തൊക്കെയോ മറക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായാണ് മറ്റൊരു ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തത്. പെൺകുട്ടി മരിച്ച സമയത്ത് പെൺകുട്ടിയുടെ മാതാപിതാക്കളെ ഹോസ്പിറ്റലിലേക്ക് അധികൃതർ വിളിച്ചു വരുത്തി. പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്നാണ് അവരെ ധരിപ്പിച്ചത്.
മകൾ മരിച്ചു എന്ന വാർത്തയറിഞ്ഞ് ഓടി വന്ന പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്കും കുടുംബക്കാർക്കും മൃതദേഹം ഒന്ന് കാണിച്ചു കൊടുക്കാൻ ഹോസ്പിറ്റൽ അധികൃതർ തയ്യാറായില്ല. മാത്രമല്ല പെൺകുട്ടി ആത്മഹത്യ ചെയ്തതാണ് എന്ന തരത്തിൽ ബ്രെയിൻ വാഷ് ചെയ്യാനും ശ്രമിച്ചു. ആ കൂട്ടത്തിൽ സന്ദീപ് ഘോഷിയും ഉണ്ടായിരുന്നു. അതും ഒരു ഹോസ്പിറ്റലിലാണ് പെൺകുട്ടി മരിച്ചതെന്നോർക്കണം. പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തതിൻ്റെ എല്ലാ തെളിവുകളും ഉണ്ട്. വീട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഡോക്ടർമാരും അതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരുമാണ് അവിടെയുള്ളത്. ആത്മഹത്യയുടെയും കൊലപാതകത്തിൻ്റെയും രീതികൾ രണ്ടും രണ്ടാണല്ലോ. അതൊക്കെ മനസ്സിലായിട്ടും മനസ്സിലാക്കാതെ നടിച്ചത് അത് എന്തൊക്കെ മറക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണെന്ന് ഏതൊരാൾക്കും മനസ്സിലാവുന്നതേയുള്ളൂ. ഓഗസ്റ്റ് 15 അവിടുത്തെ സ്റ്റുഡൻറ് ഒരു സമരം നടത്തിയിരുന്നു. ഈ പ്രൊട്ടസ്റ്റ് നടക്കുന്നതിനിടയിൽ മറ്റൊരു സംഘം കൂടി ആ പ്രൊട്ടസ്റ്റിൽ പങ്കുചേരുന്നു. തങ്ങളെ സപ്പോർട്ട് ചെയ്യാനും സഹകരിക്കാനും വേണ്ടിയാണ് ഈ സംഘം വന്നതെന്നാണ് സ്റ്റുഡൻസ് കരുതിയത്. എന്നാൽ പുറത്തുനിന്നും ജോയിൻ്റായി വന്ന ഈ ടീം ആക്രമണശക്തരായി ചുറ്റുള്ളവരെ ആക്രമിക്കാനും ആയുധം വെച്ച് ഭീഷണിപ്പെടുത്താനുമൊക്കെ തുടങ്ങി. അതിൻ്റെ ഭാഗമായി ഹോസ്പിറ്റലിലെ പല എക്യുപ്മെൻസും തല്ലിത്തകർത്തു. ഗത്യന്തരമില്ലാതെ എല്ലാവരും 4 ഭാഗത്തേക്കും ചിതറിയോടി. ഈ പ്രശ്നത്തിന്റെ പരിഹാരത്തിനായി പുതുതായി വന്ന പ്രിൻസിപ്പലിനെ കംപ്ലൈൻറ്റും ചെയ്തു. പ്രിൻസിപ്പൽ അതിന് നടപടിയെടുക്കുകയോ അതിനുവേണ്ടി സംസാരിക്കുകയോ ചെയ്തില്ല. സ്റ്റുഡൻസും സംഘങ്ങളും ചിതറി ഓടുന്നതിനിടയിൽ പോലീസുകാരും ഓടുന്നുണ്ടായിരുന്നു. ഇത്രയും ക്രൂരതയും ആക്രമണവും കാട്ടുന്ന ഇവരെ അറസ്റ്റ് ചെയ്യാത്തത് എന്താണെന്ന് സ്റ്റുഡൻസ് ചോദിക്കുന്നു. അതിന് പോലീസ് കൊടുത്ത മറുപടി മുകളിൽ നിന്ന് ഓർഡർ കിട്ടിയിട്ടില്ല എന്നാണ്. ഇത്തരം ആക്രമണങ്ങളൊക്കെ നടക്കുമ്പോൾ പോലീസ് എന്തിനാണെന്ന് തോന്നിപ്പോകും. ഓർഡറൊക്കെ കിട്ടി വരുമ്പോഴേക്കും പലരുടെയും ജീവനൊക്കെ പോയെന്ന് വരും. അവിടെയാണ് ഈ കേസ് മറ്റൊരു വഴിത്തിരിവിലേക്ക് പോകുന്നത്. എന്തുകൊണ്ടാണ് പോലീസ് അവർക്കെതിരെ നടപടി എടുക്കാതിരുന്നത്? ആക്രമണം നടത്തിയവരെ ഏതെങ്കിലും പാർട്ടിയുടെ ഭാഗത്ത് നിന്നോ ഏതെങ്കിലും കൊമ്പത്ത് നിന്നോ പറഞ്ഞു വിട്ടവരാണോ? പ്രതി സഞ്ജയ് റോയ്, ഇയാൾ ഒരു പാർട്ടി പ്രവർത്തകനാണ്. മമതാ ബാനർജിയുടെ പാർട്ടിയിലെ സജീവ പ്രവർത്തകനാണ് ഇയാൾ. ഇതും കൂടെ പുറത്തു വന്നതോടെ മമതാ ബാനർജിക്കെതിരെ വലിയ തോതിൽ വിമർശനങ്ങൾ വന്നുകൊണ്ടിരുന്നു. മമതാ ബാനർജി ഇതിനെക്കുറിച്ച് ഒന്നും ശബ്ദിച്ചിട്ടില്ല. ഇതൊക്കെ തന്നെ മമതാ ബാനർജിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെയും ബാധിക്കുന്നുണ്ട്. മരിച്ച ഈ പെൺകുട്ടി പല അനീതികൾക്കെതിരെയും ശബ്ദമുയർത്തിയ പെൺകുട്ടി കൂടിയാണ്. ആ ശബ്ദം ഇല്ലായ്മ ചെയ്യാൻ പാർട്ടിയും ഹോസ്പിറ്റലും ശ്രമിച്ചതിൻ്റെ ഭാഗമായിരിക്കുമോ ഈ മരണം എന്നും ചിന്തിച്ചു പോകുന്നു. അങ്ങനെയാണെങ്കിൽ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച പല രഹസ്യങ്ങളും ഈ പെൺകുട്ടിക്കറിയാം. ഏതായാലും ഈ കേസ് ദുരൂഹതകൾ കൊണ്ട് പിണഞ്ഞു കിടക്കുകയാണ്. നിലവിൽ 2 പേരെയാണ് ഈ കേസിൽ പോലീസ് ചോദ്യം ചെയ്തു വരുന്നത്. പ്രതി സഞ്ജയ് റോയിയെ നുണ പരിശോധനയ്ക്ക് വിധേയമാക്കാനുള്ള തീരുമാനത്തിലാണ് CBI ഉള്ളത്. ഇതിനായി കോടതിയുടെ അനുമതിക്കായി കോടതിയെ സമീപിക്കും. കൂടാതെ മാനസിക വിശകലനത്തിനായി വിധേയമാക്കാനും നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമതായി ചോദ്യം ചെയ്തു വരുന്നത് പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിയെയാണ്. 3-ാം ദിവസവും ചോദ്യം ചെയ്തു വരികയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ 13 മണിക്കൂർ വീതമാണ് അയാളെ ചോദ്യം ചെയ്തിരുന്നത്. അറസ്റ്റിലേക്ക് വരെ നീങ്ങിയേക്കുമെന്ന സൂചനകളുമുണ്ട്. പോലീസും ഹോസ്പിറ്റൽ അധികൃതരും ഈ കേസ് തേച്ചുമാച്ച് കളയാനും ഒതുക്കി തീർക്കാനും ആദ്യഘട്ടത്തിൽ നടത്തിയ കാര്യങ്ങൾക്കെല്ലാം തന്നെ പിന്തുണ ഈ പ്രിൻസിപ്പലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. പോലീസ് ആദ്യഘട്ടത്തിൽ വലിയ അലംഭാവം കാണിച്ചിരുന്നു എന്ന കാര്യത്തിൽ ആരോപണങ്ങൾ സഹപ്രവർത്തകർ ഉന്നയിച്ചിരുന്നു. അതിന് പ്രിൻസിപ്പലിന്റെ സഹായം ലഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പെൺകുട്ടി ദുരൂഹമായി മരണപ്പെട്ട റൂമും പരിസരവും പല ഘട്ടങ്ങളിലും അറ്റകുറ്റപ്പണി നടത്തിയതിന് അടക്കമുള്ള കാര്യങ്ങൾ പ്രിൻസിപ്പലിന്റെ ഭാഗത്ത് നിന്നും ഇത്തരത്തിലുള്ള സഹായം ലഭിച്ചിട്ടുണ്ട്. ഇതിന് തരത്തിലുള്ള രാഷ്ട്രീയ ബന്ധം പ്രിൻസിപ്പലിനുള്ളതായും വ്യക്തമാക്കുന്നു. പെൺകുട്ടി മരിച്ച ഉടനെ രാജിവെച്ചതും രാജിവെച്ച് 4 മണിക്കൂറിനുള്ളിൽ മറ്റൊരു സ്ഥാപനത്തിൽ പ്രിൻസിപ്പളായി അയാളെ നിയമിച്ച നടപടി സംശയമുണ്ടാക്കുന്നതാണ്. എന്തായാലും ഡോക്ടർ സന്ദീപ് ഘോഷിക്കെതിരെ ഡോക്ടർമാരുടെ സംഘടന രംഗത്തെത്തിയിട്ടുണ്ട്. അക്കാദമിക് പ്രവർത്തനങ്ങളിൽ നിന്നും സന്ദീപ് ഘോഷിയെ മാറ്റി നിർത്തിക്കൊണ്ട് പശ്ചിമ ബംഗാൾ ഓർത്തോപെഡിക് അസോസിയേഷൻ തീരുമാനമെടുത്തിട്ടുണ്ട്. വിശുദ്ധി തെളിയിക്കുന്നതുവരെ സംഘടനയുടെ യാതൊരു തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി സഹകരിപ്പിക്കില്ല എന്നാണ് സംഘടനയുടെ തീരുമാനം. ഒപ്പം പ്രതിഷേധവും ശക്തമാവുന്നു. രാജ്യവ്യാപകമായ പ്രതിഷേധം തുടരാൻ ഡോക്ടർ സംഘടനകൾ തീരുമാനിച്ചു.